എന്തൊക്കെയാ ഈ പറയുന്നേ? ആരാ ആരായാണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആള് ആനന്ദ് സാറ്. ബാലമണി, നിന്നെ വിളിക്കണ്ട. കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു നോക്ക് ഭർത്താവിനോട്. സത്യമാണോ? ബാലമണി പറഞ്ഞത് സത്യമാണോ? ബാലമണി പറഞ്ഞത് സത്യമാണോ? പറയട്ടെ. തൊട്ടുപോയതല്ലേ? എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ചൊരു ജീവിതമില്ല. പറയട്ടെ. നിങ്ങൾ എനിക്ക് കാണണ്ട. എന്താ ആനന്ദ്? എന്താ സ്വപ്നം വല്ലതും കണ്ടോ? ദാഹിക്കുന്നോ? വെള്ളം വേണോ? വേണ്ട. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നോ? കിടന്നു. ഇതിപ്പോ ക്ലാസ് കൂടെ മുടങ്ങുകയാണല്ലോ. അല്ല ടീച്ചറെ, ഈ ഡാൻസ് ഒക്കെ തുടർച്ചയായിട്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടെന്താ ഗുണം? ചുമ്മാ ഫീസ് കൊടുക്കാന്നല്ലാതെ. അത് ഇന്നലെ നല്ല സുഖമില്ലാതിരുന്നോണ്ടാ ക്ലാസ് എടുക്കാതിരുന്നത്. ഇനി മുടങ്ങില്ല. അല്ല, വല്ലാതെ വയ്യായിക ഉണ്ടെങ്കിൽ പിന്നെ ക്ലാസ് അങ്ങ് നിർത്തുന്നതാ നല്ലത്. ആ ചേച്ചി, പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കഴിഞ്ഞ ദിവസം അമ്മ എന്റെ മോനെ ഒന്ന് കരയിച്ചു. കുട്ടികൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് ശരിയാണോ ചേച്ചി? എങ്ങനത്തെ വാക്ക്? എന്റെ അമ്മ ചീത്തയെന്ന്. നമ്മൾ മുതിർന്നവരുടെ വായിന്ന് വീഴുന്നത് എന്തും പിടിച്ചെടുക്കും കുട്ടികള്. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. ടീച്ചർ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? കൊച്ചിനെ കൊണ്ട് ഞാൻ അങ്ങനെ പറയിച്ചതാണെന്നോ? അതെ, അതല്ല എന്റെ സംസ്കാരം. അല്ലെങ്കിലും ഈ കാര്യം ഞാനിവളെ ചൊല്ലി പഠിപ്പിക്കുകയൊന്നും വേണ്ട. ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്ന കമന്റുകളൊക്കെ കേൾക്കുകയല്ലേ പിള്ളേര്? അല്ല, ആൾക്കാരെയും കുറ്റം പറയാനൊക്കില്ല. ഭർത്താവ് ഉള്ളവര് തന്നെ ഗർഭിണിയായ പരദൂഷണം പറയുന്നവരാ ജനം. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിന് വിശേഷം ഉണ്ടായ ആളുകൾ വായും പൊത്തി മിണ്ടാതിരിക്കൂ? എനിക്ക് ചെന്നിട്ട് 100 കൂട്ടം പണികളുള്ളതാ. വാ മോളെ. അമ്മ വിഷമിക്കണ്ട. അവരാ ചീത്ത. എന്റെ അമ്മ നല്ല അമ്മയാ. വാങ്ങിച്ച പണം അത്ര എങ്ങനെ ഞാൻ തിരിച്ചു തരാം ഡോക്ടർ? ഈ അപമാനം സഹിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ. ഈ ഭാരം എനിക്ക് വേണ്ട ഡോക്ടർ. അത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ബാലമണി ഇങ്ങനെ പറയുന്നത്? അതെ ഡോക്ടർ, ഇതല്ലാതെ വേറൊന്നും എനിക്കിപ്പോ ആലോചിക്കാനില്ല. എനിക്ക് രക്ഷപ്പെടണം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ ഡോക്ടർ? ബാലമണി ഇരിക്കെ. ബാലമണി,
മാധവന്റെ ഓപ്പറേഷന് വേണ്ടി വാങ്ങിയ തുക എത്രയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ? 100 1000 ഒന്നുമല്ല, ലക്ഷങ്ങളാ. 36 ലക്ഷം. അതെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നാ ബാലാമണി പറയുന്നേ? അങ്ങനെ സ്വപ്നം കാണാനെങ്കിലും വെക്കുവോ ബാലാമണിക്ക്? ഇറ്റ്സ് ഇമ്പോസിബിൾ. എനിക്കറിയാം ബാലാമണി ഇപ്പൊ നേരിടുന്ന പ്രശ്നം. ഉടമസ്ഥനില്ലാത്ത ഗർഭം ചുമക്കുന്ന ഒരു സ്ത്രീയെ അംഗീകരിക്കില്ല ഈ സമൂഹം. ഒറ്റപ്പെടുത്തുവോളെ. ഐ നോ ദാറ്റ്. ഒരുപാട് ധർമ്മസങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് ബാലാമണി. പക്ഷേ അതിൽ നിന്നുള്ളൊരു രക്ഷയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ കൊല്ലാന്ന് പറഞ്ഞാൽ അതെ ബാലമണി, അബോർഷൻ ഒരു തരത്തിലുള്ള കൊലപാതകം തന്നെയാ, ഭ്രൂണഹത്യ. സമ്മതിക്കോ അതിന് ബാലാമണിയുടെ മനസ്സ്, ഒരമ്മയുടെ മനസ്സ്? ശാന്തമായിട്ട് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനമെടുക്കുക. ആരാ? അഭിരാമി ഡോക്ടറല്ലേ? അയ്യോ, ഇതെന്ത് പറ്റി ഡോക്ടറെ? അപകടം വല്ലതും ഉണ്ടായോ? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ആനന്ദ് സാറിന് എന്നെ അറിയാം. അറിയാന്ന് വെച്ചാ വളരെ അടുത്തറിയാം. സാറിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഫോണില്. ഇന്ന് കാണാന്ന് പറഞ്ഞിരുന്നു ആനന്ദ് സാറ്. അല്ല, സാറില്ലേ ഇവിടെ? ഉണ്ട്, വിളിക്കാം. ആ, ആനന്ദിനെ കാണാൻ വന്നതാ. ആരാ ഇത്? അത് പിന്നെ നമ്മുടെ ജോർജ് ഇല്ലേ, അയാളുടെ ജോലിക്കാരനാ. ഏത് ജോർജ്? ആ ബിഗ് ബസാറിലെ പഴയ മാനേജർ. അഭി അറിയില്ല. അഭി അകത്തേക്ക് പോക്കോ, ചെല്ലേ. താനാ അയാള് അല്ലേ? അതെ സാർ, ഞാൻ തന്നെയാ അയാള്. ഇതിന് ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നിങ്ങോട്ട് വരുമെന്ന്. മറ്റേ കാര്യം സാറിന്റെ ഭാര്യയോട് പറയാൻ. സാറത് മറന്നു എന്നാ തോന്നുന്നേ. സാരമില്ല, ഓർമ്മിപ്പിക്കാനാണല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല സാറേ, ഈ അഭിരാമി ഡോക്ടറിന്റെ ഏത് കാലിനാണ് പ്രശ്നം? ലെഫ്റ്റോ അതോ റൈറ്റോ? അല്ല, ഈ വടിയും കുത്തി വള്ളം തുഴയുന്ന പോലെയുള്ള നടപ്പ് തുടങ്ങിയിട്ട് നാള് കുറെ ആയോ? ചുമ്മാതല്ല സാറ് വേറെ സെറ്റപ്പിലേക്ക് വണ്ടി തിരിച്ചു വിട്ടത്. ബ്ലാക്ക്മെയിൽ ചെയ്യാലേ? ഉള്ളത് പറയട്ടെ, അതെ,
അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ? 10 ലക്ഷം തരുന്നോ അതോ ഇപ്പൊ അകത്തേക്ക് പോയാലും ഞാൻ വിളിക്കണോ? ഡോക്ടറെ പ്ലീസ് താനിപ്പോ പോ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വേണ്ടത് ചെയ്തോളാന്നോ? ഓ, പോലീസിൽ പറയാനായിരിക്കും. എനിക്ക് ഒരു പേടിയില്ല സാറേ. പക്ഷെ അതിന്റെ ഉള്ളില് ബാലാമണിയുടെ കാര്യം സാറിന്റെ ഭാര്യ അറിഞ്ഞിരിക്കും. ഡോക്ടറെ അതെ, ഒന്നും വേണ്ട, ഞാൻ പോലീസിലൊന്നും അറിയിക്കില്ല. ദേ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. പക്ഷേ ഇപ്പൊ താൻ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ പ്രശ്നമാ. അതുകൊണ്ടാ, പ്ലീസ്. സാറിന്റെ വെപ്രാളം എനിക്ക് മനസ്സിലായി. ശരി, അപ്പോ തൽക്കാലം ഞാനിപ്പോ പോവാം. പിന്നെ എപ്പ കാണണം? ഞാൻ വിളിക്കാം. തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം. നൗ പ്ലീസ് ഒന്ന് പോ. ഓക്കെ സാർ, ഈ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഡോക്ടറെ, ഞാൻ ഇറങ്ങാം കേട്ടോ. ശരി. എനിക്ക് ഓർമ്മ വരുന്നില്ല ആനന്ദ്. ബിഗ് ബസാറിലെ ഏത് ജോർജാ? എന്താ ചോദിച്ചേ? ആ, ബിഗ് ബസാർ. അവിടെ മുമ്പൊരു ജോർജ് ഉണ്ടായിരുന്നു. ജോർജ് പോയപ്പോഴാ പിന്നെ രാമേന്ദ്രൻ വന്നേ. അപ്പൊ അറിയില്ല, അതുകൊണ്ടാ. ശരി, പക്ഷേ ജോർജിന്റെ ജോലിക്കാരൻ എന്തിനാ ആനന്ദിനെ കാണാൻ വരുന്നേ? അത് പിന്നെ ഈ ജോർജിന്റെ പരിചയക്കാരനായിരുന്നല്ലോ ഞാൻ. ജോർജ് പോയപ്പോഴേ ഇയാളുടെ പണി പോയി. പാവം, എവിടെയെങ്കിലും കയറി പറ്റാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചു വന്നതാ. നോക്കാന്ന് പറഞ്ഞ് വിട്ടു. എനിക്കൊന്ന് കുളിക്കണം, വല്ലാത്ത ഉഷ്ണം. ആനന്ദ്, എന്താ ബി? എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ആനന്ദ് എന്നിൽ നിന്ന്? ഒളിക്കുന്നുണ്ടോന്നോ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിനക്കറിയാത്ത എന്തെങ്കിലും എന്റെ ലൈഫിലുണ്ടോ? നിന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ അബി? ഇല്ല ആനന്ദ്. പിന്നെന്താ ഇങ്ങനെ? എന്തോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. സോറി ആനന്ദ്. ഇത്രയും മതി ചേച്ചി. ചേച്ചി ഇത് മതി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അല്ല, വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ചേച്ചിയുടെ മനസ്സ് ഇവിടെ എങ്ങുമല്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്, ശരിയല്ലേ? അത് പിന്നെ ബാലാമണി, ദിനേശേട്ടൻ ഒരു സ്ഥലം വരെ പോയിരിക്കുക. പോയ കാര്യം സാധിച്ച പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരും. ജോലിക്കാര്യത്തിനാവും ദിനേശേട്ടൻ പോയിരിക്കുന്നതല്ലേ? ജോലിക്കാരിയെന്ന് പറഞ്ഞാ അതെ, ജോലിക്കാരൻ തന്നെയാ. അല്ല, ഈ സിറ്റിയിൽ തന്നെയാണോ? അതെ. അങ്ങനെ ഇങ്ങനെ ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന സ്വഭാവക്കാരനല്ല ദിനേശേട്ടൻ. ഇപ്പൊ പോയിരിക്കുന്ന കാര്യമൊന്ന് നടന്നു കിട്ടിയാ ഒറ്റയടിക്ക് ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരും. ഇത് നടക്കും ചേച്ചി. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരെ ദൈവം സഹായിക്കുകയുള്ളൂ. അപാര ശക്തിയുള്ളതാ അഴകത്ത് തറവാട്ടിലെ കുടുംബദേവത. ദിനേശേട്ടന്റെ ഈ ജോലി ശരിയാവാനായിട്ട് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാം. ദേവി കേൾക്കും എന്റെ പ്രാർത്ഥന. ഇങ്ങിതാ, ഞാനിത് വെക്കാം. എന്താ ദിനേശേട്ടാ, നടന്നോ കാര്യം? പോയതൊരു കഴുതയൊന്നും അല്ലല്ലോടി, ഈ ദിനേശനല്ലേ. പിന്നെ നടക്കാതിരിക്കോടി. സമ്മതിച്ചു ആനന്ദ സാറ്? സമ്മതിക്കാതെ എവിടെ പോവാനാണ്? തുറുപ്പ് ചീട്ടിട്ടല്ലേ എന്റെ കളി. ബാലമണി, ആഹാ,
ദിനേശേട്ടൻ എത്തിയോ? ഇവിടെ ഒരാളും ഉള്ളിൽ നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. അതിരിക്കട്ടെ, ജോലി ശരിയായോ ദിനേശേട്ടാ? ജോലി ജോലി അതൊരു 99.9% വരെ ശരിയായിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും 100% ആവും ദിനേശേട്ടാ. കണ്ടോ ചേച്ചി, അഴകത്തെ തറവാട്ടിലെ കുടുംബദേവതയുടെ ശക്തി. ചേച്ചിക്കിനി ഒരു ഉത്കണ്ഠയും വേണ്ട. ദിനേശേട്ടന് ആ ജോലി കിട്ടിക്കഴിഞ്ഞു. ഇന്ന് എത്രയാ തീയതി? 15 അല്ല, ഇന്ന് 14 ഉള്ളൂ. ദേഷ്യം വരും എനിക്ക്. എത്ര പതുക്കിയ ദിവസങ്ങൾ പോകുന്നത്, എഴഞ്ഞെഴഞ്ഞും. ഇനി എത്ര മാസം കാത്തിരിക്കണം? അബി, നീ ഇങ്ങനെ ഓവർ ആങ്ഷ്യസ് ആവല്ലേ. വേവോളം ക്ഷമിക്കാമെങ്കിൽ പിന്നെ 6 ക്ഷമിച്ചൂടെ? അതെ, നീ ഇവിടെ കിടന്ന് എത്ര കയറ് പൊട്ടിച്ചാലും വരേണ്ട സമയത്തല്ലേ കുഞ്ഞിന് വരാൻ പറ്റൂ. അതൊക്കെ എനിക്കറിയാം. അമ്മ ഡോക്ടർ. എന്നിട്ടാ ഇങ്ങനെ വെറുതെ ഇമോഷണൽ ആവുന്ന? എന്താ ഇമോഷണൽ ആയാൽ? ഡോക്ടറായി പോയിന്ന് വെച്ച് എനിക്ക് ഇമോഷൻസ് പാടില്ലേ? ഉൾക്കണ്ട പാടില്ലേ? എന്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് സ്വപ്നവും കണ്ടൂടെ? കല്ലും മരമൊന്നും അല്ല ഞാൻ, ഒരു മനുഷ്യ സ്ത്രീയാ. സോറി. വേണ്ട. അല്ലെങ്കിലും എനിക്കറിയാം ഈ കുഞ്ഞു വരുന്നതിൽ ഒരു സന്തോഷമില്ല ആനന്ദിന്. എന്റെ സന്തോഷത്തിന്റെ 1000-ലൊരു അംശം പോലും. പക്ഷെ അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാത്തത്. അബി, നീ എന്താ പറഞ്ഞേ? ഈ കുഞ്ഞു വരുന്നതിൽ എനിക്ക് സന്തോഷമില്ലാന്നോ? എന്താ അബി ഇത്? അത് നമ്മുടെ കുഞ്ഞല്ലേ, കാത്തിരിക്കല്ലേ ഞാനും അതിന്റെ വരവിന് വേണ്ടിയിട്ട്. നിന്റെ അത്രയും എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരിക്കാം. എന്ന് വെച്ച് എന്റെ മനസ്സ് കാണാതിരിക്കരുത് നീ. അത് നിറയെ ഇപ്പൊ ആ കുഞ്ഞു മാത്രം. നീ അതറിയുന്നില്ലെങ്കിൽ അതിന്റെ ഭാഗ്യദോഷം. ആനന്ദ്, എന്നോട് ക്ഷമിക്കേ. ഞാൻ ഓർക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. സാരമില്ല. ഇനി ഇങ്ങനെ ആനന്ദിനെ ഞാൻ കുറ്റപ്പെടുത്തിയ അപ്പൊ തന്നെ എന്നെ ഉഗ്രമായിട്ട് വഴക്ക് പറയണം. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് പോലെ, ശരിക്കും ഹാർഷായിട്ട്. നിന്നെ വഴക്ക് പറയണോ അല്ലേ? അതും വളരെ ഹാർഷായിട്ട്. നടക്കുന്ന കാര്യമല്ലോ പറഞ്ഞാ പോരെ? അതെ, നമ്മുടെ കുഞ്ഞിന് ഇതൊക്കെ നന്നായി ചേരുമല്ലേ? ആനന്ദ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. സിറ്റിയില് ഏതാ ഏറ്റവും നല്ല കളിപ്പാട്ടക്കട? കണ്ടുപിടിക്കാം. ഈ സിറ്റി മുഴുവൻ അങ്ങ് അലഞ്ഞു നടന്നാണെങ്കിൽ ശരി, നമുക്ക് കണ്ടുപിടിക്കാം. പോരെ? വളരെ ജാഗ്രതയോടെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഫോണിലൂടെയുള്ള ഭീഷണി നിർത്തി നിന്റെ വീട്ടിലേക്ക് അയാൾ വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യാ? പറഞ്ഞ തീയതിയും പറഞ്ഞ സമയവും കടുകിട തെറ്റിക്കാതെയാ അയാളെ നീക്കം. അഭിരാമി ആള് കണ്ടു കഴിഞ്ഞു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ആലോചിച്ചിട്ടൊക്കെ പേടിയാവോ ഹരിയേട്ടാ? ബാലാമണി അയാളുടെ അടുത്ത് എവിടെയോ താമസമുണ്ട്. അവളുടെ കാര്യത്തില് അയാൾ ഇത്രയ്ക്ക് അപ് ടു ഡേറ്റ് ആവാൻ അത് തന്നെ കാരണം. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. ബാലാമണി അയാളുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. അപ്പോ ഈ ബ്ലാക്ക് മെയിലിംഗ് അവസാനിപ്പിക്കാനുള്ള ഏക വഴിയും ബാലാമണിയിൽ തന്നെയാണ്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. ആനന്ദേ, ബാലാമണിയെ ബലിയാടാക്കിക്കൊണ്ടാണല്ലോ അയാൾ ഈ ഗെയിം കളിക്കുന്നത്. ആ ബലിയാട് പെട്ടെന്ന് അപ്രത്യക്ഷമായാലോ? കളി കഴിഞ്ഞില്ലേ?
സോ ബാലാമണിയെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുന്നു, പുതിയൊരു ലൊക്കേഷനിലേക്ക്. ഈ വേട്ടപ്പട്ടിക്ക് ഒരിക്കലും എത്തിപ്പെടാനാവാത്ത സേഫായ ഒരു സ്ഥലത്തേക്ക്. അതൊരു വീടോ ഫ്ലാറ്റോ വില്ലയോ എന്ത് വേണമെങ്കിലും ആവാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതുവരെ ബാലാമണി അവിടെ താമസിക്കുന്നു. അതോടെ നിന്നോടുള്ള ഈ ഭീഷണിയും അവസാനിക്കും. അങ്ങനെ മതിയല്ലേ? അതേ വഴിയുള്ളൂ. ദ ഓൺലി പോസിബിൾ ആൾട്ടർനേറ്റീവ്. എന്താ? അല്ല, പക്ഷേ ബാലാമണി ഇതിന് സമ്മതിക്കുമോ? സമ്മതിക്കണം. സമ്മതിക്കാതെ രക്ഷയില്ല. എല്ലാവരുടെയും സമാധാനത്തിനും ഭാവിക്കും അതുതന്നെയാ നല്ലത്. അതെ.